18-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സായുധമായി പോരാടിയ സന്യാസി സമൂഹത്തിൻ്റെ കഥയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം നോവൽ പ്രതിപാദിക്കുന്നത്. നോവലിനെക്കുറിച്ച് മുൻപ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1905 നടന്ന ബംഗാൾ വിഭജനത്തിനെതിരെ ബ്രിട്ടീഷുകാരുടെ ക്രൂര പീഡനങ്ങൾക്കെതിരെ വന്ദേ മാതരം വന്ദേ മാതരം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ രാജ്യസ്നേഹികൾ പ്രതിരോധിച്ചിരുന്നത്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജനഗണമന നാഷണൽ ആന്തം ദേശീയ ഗീതമാകുമ്പോൾ നമ്മുടെ വന്ദേ മാതരം ദേശീയ ഗാനമായി നാഷണൽ സോങ് ആയി 1950 ജനുവരി 24 തുല്യ പ്രാധാന്യത്തോടെ അംഗീകരിച്ചു. ഓർക്കേണ്ടത് വന്ദേ മാതരത്തിൻ്റെ 2 ഖണ്ഡികകൾ മാത്രമാണ് അംഗീകരിച്ചത് എന്നുള്ളതാണ്. അവിടെ രാജ്യത്തിൻ്റെ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ചും ദേശഭക്തി നിറഞ്ഞ വരികളായിരുന്നു എന്നുള്ളതാണ്. പോകെ പോകെ 4 ഭാഗങ്ങളിൽ നീ ദുർഗയാണ്, ലക്ഷ്മിയാണ്, സരസ്വതിയാണ്, അഷ്ടകൈകളിൽ ആയുധമേന്തിയവളാണ് തുടങ്ങിയ വർണ്ണനകളും വിഗ്രഹാരാധനയെക്കുറിച്ചുള്ള വിവരണവുമൊക്കെ വരുന്നുണ്ട്. മതേതര രാജ്യമായ നമ്മുടെ ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും വന്ദേ മാതരത്തിൽ ദേശഭക്തി മാത്രം കണ്ട് ഉറച്ച മനസ്സോടെ ചൊല്ലുക എന്ന് പറയുന്നത് അത്ര ശരിയായ കാര്യമല്ല. കാരണം അതിൽ അംഗീകരിക്കാൻ കഴിയാത്ത ചില വരികളുണ്ട് എന്നുള്ളത് തന്നെയാണ്. സവർക്കറോ ഗാന്ധിജിയോ അല്ല, സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാതായനങ്ങൾ ഏതൊരു പൗരനും തുല്യപ്രാധാന്യത്തിലൂടെ തുറന്നു തന്ന BR അംബേദ്കറിനെ തന്നെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് എന്നുകൂടി രേഖപ്പെടുത്തട്ടെ. കവിതകൾ വായിക്കുകയും പുസ്തക നിരൂപണം നടത്തുകയും ചെയ്യുക മാത്രമല്ല, വന്ദേ മാതരവും ആനന്ദമഠവും പൂർണ്ണമായും വായിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഇത് മാനസികമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇതിനെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിച്ചത് എന്നും അറിയിക്കട്ടെ. എല്ലാവർക്കും നന്മ വരട്ടെ. സ്നേഹപൂർവ്വം, ഐശ്വര്യ.